ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അറേബ്യൻ സ്റ്റൈലിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിന് കുഴിയും കുക്കറൊന്നും അല്ല, സാധാരണ നമ്മളെ ഈ ചെമ്പട്ടിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 5ഓളം വരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സവോള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ സവോളയൊക്കെ. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ 2 തക്കാളി പുഴുങ്ങിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്കുള്ള ഒരു ഉപ്പാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സിലോട്ട് നമ്മളെ ചിക്കനെ ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കിലോളം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ഈ ഒരു മസാലയിൽ എന്താ പറയുക, ഈ ചിക്കൻ്റെ മേലൊക്കെ ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുള്ള വെള്ളമാണ് കേട്ടോ, ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു ചിക്കനെ 3/4 ഭാഗം വേവിച്ചെടുക്കാം. മുക്കാൽ ഭാഗം വേവിച്ച ഈ ചിക്കനെ നമ്മൾ ഇതിൽ മാറ്റുകയാണ് കേട്ടോ. ഫുള്ള് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ ഈ ഒരു സൂപ്പാണ് നമുക്കിതിൽ ആവശ്യം. അപ്പോൾ നമ്മൾ തിളച്ചൊരു 3/4 ഭാഗം വേവുമ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമായി, അതിലേക്ക് നമ്മൾ റൈസിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് കണക്കാക്കണം ആദ്യം എത്ര കപ്പാണോന്ന്. എന്നിട്ട് ആ കപ്പിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുകയാണ് വേണ്ടത്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ്. പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് അറിയായിരുന്നു എത്രയെന്നുള്ളത്. അപ്പോൾ കുതിർത്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ അല്പം കാശ്മീരി റെഡ് ചില്ലി, അല്പം മന്തി മസാല, അതിന് പാകത്തിനുള്ള ഉപ്പ്, ചിക്കൻ ക്യൂബ് ഇവയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ ക്യൂബ് ഇല്ലെങ്കിലും മന്തി മസാല ഇല്ലെങ്കിലും ഇത്
ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസില്ലേ അതിൻ്റെ മേലോട്ട് ഈ ഒരു മസാല നമ്മൾ തേച്ച് കൊടുക്കാൻ കേട്ടോ. നല്ലവണ്ണം പുരട്ടുക. അതിന് ശേഷം നമ്മൾ ഇത്രയും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഓവനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓവന് വേണമെന്നൊന്നുമില്ല, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യില്ലേ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ വേവുമ്പോൾ നമ്മുടെ ചോറ് എന്തായി നോക്കാം. ചോറ് കണ്ടല്ലോ, ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും കൂടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടയാത്ത രീതിയിൽ, അതായത് അരി ഇങ്ങനെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റൈസ് 3/4 ഭാഗമല്ല, ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലുണ്ടായിരുന്ന മസാലയൊക്കെ ആ ഒരു എണ്ണയിൽ ഉള്ള അതെല്ലാം അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ കനലിൽ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു പുകച്ചോ വരുമ്പോഴല്ലേ മന്തിയുടെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് മൂടി വയ്ക്കാം. പെട്ടെന്ന് മൂടി വെച്ചാണ്, പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് ഫോയിൽ പേപ്പർ വച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20-30 മിനിറ്റൊക്കെ ദമ്മിലിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മന്തി റൈസ് കിട്ടും കേട്ടോ. ഇനി ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പം കാണാം അടിപൊളി മന്തിക്കുട്ടന്മാരെ. എന്താ ടേസ്റ്റ് എന്നറിയോ? വെരി സിമ്പിളാ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വിചാരിക്കും നമുക്കറിയില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. കുക്കറിലിട്ടാൽ വേവ് കൂടുതലായി പോവുമോ, ഇപ്പോൾ കുഴിയില്ലല്ലോ, എങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മളിങ്ങനെ ചുറ്റി ശരിക്കും ഒരു ഇത്തിരി പോലും ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കാം. വാ മോനെ, എന്താ സ്മെല്ല്! എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമ്മളെ ചിക്കൻ പീസിനൊക്കെ എടുത്ത് മാറ്റാം. എന്തിനാന്നല്ലേ, ഒരു സൂത്രമുണ്ട്, അതാണ്. എന്നിട്ട് ഈ ഒരു റൈസ് ഫുള്ളൊന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ മുകളിൽ കുറേ ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം കൂടെ ഒരുപോലെ ആവണം കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മൾ മിക്സ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, വെരി ഈസിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വെറുതെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അടിക്കാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ, കമൻ്റായിട്ട് നിങ്ങൾ തയ്യാറാക്കിയെന്നും. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണേ. എനിക്ക് ശരിക്കും ഇഷ്ടമായി, ഇക്കാക്കും ഇഷ്ടമായി. ശരിക്കും ഇതിലേക്ക് ഞാൻ 2 സോസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് പൊട്ടറ്റോ വെച്ചിട്ട് മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഗാർലിക് സോസ് എന്നൊക്കെ പറയാറുണ്ട് അതിനെ. പിന്നെ ഒരു ടൊമാറ്റോ സോസും കൂടെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ കഴിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കാം. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.
ഭയങ്കര ഷോണല്ലേ.